നമ്മുടെ മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ഈടി പിടിച്ച വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. സഖാക്കന്മാരെല്ലാം പിണറായി വിജയന്റെ വീടിന് മുന്നിൽ എന്തെല്ലാം ഗോഗ്വ, എന്തെല്ലാം ബഹളം, ഗുസ്തിയൊക്കെയാണ് പറയുന്നത്. പിണറായി വിജയനെ വേട്ടയാടാൻ സമ്മതിക്കില്ല, അവസാന ശ്വാസം വരെ പോരാടും എന്നൊക്കെയാണ് നമ്മുടെ സഖാവ് ഡബിൾ എ റഹീം പറയുന്നത് കേട്ടത്. ഇതിനകത്ത് പിണറായി വിജയൻ എന്താ വല്ല ഉപസത്യാഗ്രഹത്തിന് പോകുന്ന സമയത്ത് അറസ്റ്റ് ചെയ്തതാണോ? ഒന്നും അല്ലല്ലോ. ഇങ്ങേരും ഇങ്ങേരുടെ മകളും കൂടെ ഒപ്പിച്ച എന്തെല്ലാം കൊള്ളരുതായ്മകളായിരുന്നു എന്നുള്ള കാര്യം ഇതിനു മുമ്പ് ഞാൻ മാത്രമല്ല പലരും പറഞ്ഞിട്ടുള്ളതാണ്. ഈ പിണറായി വിജയൻ തന്നെയല്ലേ പറയാറ് മടിയിൽ കനവില്ലാത്തവർക്ക് വഴിയിൽ പേടിക്കാനല്ലെന്ന്. പിന്നെ എന്താണ് സഖാക്കന്മാർക്ക് ഇത്ര പേടി? പിണറായി വിജയന്റെ വീട്ടിൽ വന്ന് പരിശോധന നടത്തുക, പിണറായി വിജയനോട് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ പിണറായി വിജയനും മകളോടും ചോദിച്ച് മനസ്സിലാക്കി, ഇത്രയല്ലേ ഉള്ളൂ. ഒരു പക്ഷേ അറസ്റ്റ് ചെയ്തേക്കാം, അറസ്റ്റ് ചെയ്തില്ല, ഇതൊക്കെ ഇ ഡിയുടെ ഇഷ്ടമാണ് അല്ലേ? അപ്പൊ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സഖാക്കന്മാർ എന്തിനാണ് അതിന് മേൽ ഈ ഇ ഡിയെ ഭയപ്പെടുത്തി അവരുടെ മേലിൽ സമ്മർദ്ദം ചെലുത്തി ഈ അറസ്റ്റ് ഒഴിവാക്കാനായിട്ട് ഈ വിളയാട്ടം മുഴുവൻ നടത്തിയ എന്തിനാണ്? മാത്രമല്ല ഇതുകൊണ്ടൊന്നും സി പി എമ്മിനെ തകർക്കാൻ സാധിക്കില്ലെന്ന് പിന്നീട് നമ്മുടെ മുൻ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് കേട്ടു. ഇനി സി പി എമ്മിനെ തകർക്കാൻ എന്താ ബാക്കിയുള്ളത്? ഇനി വല്ലതും ബാക്കിയുണ്ടോ? കനൽ ഒരു തരി കേരളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും സ്വാഹ. ഇന്ത്യയിൽ ഒരിടത്തും ഇപ്പൊ ഭരണമില്ല അല്ലെ? സി പി എം ഏതാണ്ട് വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ആ പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏടായിരുന്നു ഇന്ന് സംഭവിച്ചെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് ഇനി തകർക്കാനൊന്നുമില്ല, ആരും തകർക്കേണ്ട കാര്യമില്ല. സി പി എമ്മിനെ പിണറായി വിജയൻ തന്നെ തകർത്തിട്ടുണ്ട്. ഇതില് രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായി കാണുന്നതാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി ഇതിലെന്താ ചെയ്തത്? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. രാഹുൽ ഗാന്ധി ഇതിലെന്താ ചെയ്തത്? രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടായിരിക്കും ഇനി ഇ ഡി വന്നത്. രാഹുൽ ഗാന്ധിയെ പണ്ട് ഇ ഡി പിടിച്ചിട്ടുണ്ട് അല്ലെ? ഇ ഡി അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളൂ ഇ ഡി വന്നത്. ഇ ഡി വന്നത് പിണറായി വിജയന്റെ മകളുടെയും കയ്യിലിരിപ്പ് കൊള്ളില്ലാത്തതുകൊണ്ടല്ലേ? നരേന്ദ്രമോദി അമിത്ഷായും അല്ലേ ഇ ഡിയെ നിയന്ത്രിക്കുന്നത്, രാഹുൽ ഗാന്ധി അല്ലല്ലോ. അങ്ങനെ രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തിയ പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ പ്രത്യേകം കാണണം. നരേന്ദ്രമോദിയെ ചീത്ത പറയാ, രാഹുൽ ഗാന്ധിയെ തല്ലി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ചീത്ത പറഞ്ഞ് തടി തപ്പാനാണ് പിണറായി വിജയൻ ശ്രമിച്ചത്. കാരണം എന്താ? നരേന്ദ്രമോദിയെ ഇനിയും ചൊറിഞ്ഞ് കാര്യങ്ങൾ വഷളാക്കണ്ട എന്ന് പിണറായി വിജയന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്താതെ രാഹുൽ ഗാന്ധിയെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കിയത്. ഒരു കാര്യം ഈ അന്തം കമ്മികളും സഖാക്കളും എല്ലാവരും മനസ്സിലാക്കിയാൽ കൊള്ളാം. നരേന്ദ്രമോദി, അമിത്ഷായോ ബി ജെ പിയോ ഒക്കെ സംബന്ധിച്ച് പിണറായി വിജയൻ ഒരു ഇരയേ അല്ല. ഇതിനേക്കാളെല്ലാം വലിയ പുള്ളിയായിരുന്നു നമ്മുടെ മമതാ ദീദി ബംഗാളില് അല്ലെ? ബി ജെ പിയെ കിടുകിട വിറപ്പിച്ചിരുന്നതാണ് ഒരു കാലത്ത്. അവിടെ ഇ ഡി റെയ്ഡ് ചെയ്യാനായിട്ട് ബംഗാളിൽ അവരുടെ ഓഫീസിൽ റെയ്ഡ് ചെയ്യാൻ ചെന്നപ്പോൾ മമതാ ബാനർജി നേരിട്ട് ചെന്നിട്ടാണ് ഇ ഡിയുടെ കയ്യിൽ നിന്ന് കടലാസെല്ലാം ബലമായിട്ട് വാങ്ങിയെടുത്ത് അവരവരുടെ പെട്ടിയിൽ വെച്ചുകൊണ്ട് പോയത് അല്ലെ? അങ്ങനെ ഇ ഡിയെ തെരുവിൽ നേരിട്ട ആളാണ് നമ്മുടെ മമതാ ബാനർജി. അതുപോലെ തന്നെ ഈ ടി എം സിക്ക് എതിരായിട്ടുള്ള ഇ ഡിയുടെ നടപടിയെ എങ്ങനെയാണ് ടി എം സിയുടെ ആളുകൾ തെരുവിൽ നേരിട്ടതെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള മമതാ ബാനർജി ഇപ്പൊ ഇവിടെ പോയി ബി ജെ പി അവരുടെ കാര്യം സോർട്ട് ഔട്ട് ചെയ്തല്ലോ, അത്രേ ഉള്ളൂ. പിണറായി വിജയൻ ഇപ്പൊ മുഖ്യമന്ത്രി പോലും അല്ല. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പോലും മമതാ ബാനർജി ചെയ്തപോലെ ബി ജെ പിയെ നേരിട്ട് നിന്ന് വെല്ലുവിളിക്കോ അമിത്ഷായെ വെല്ലുവിളിക്കോ ഒന്നും പിണറായി വിജയൻ ചെയ്തിട്ടില്ല. പഞ്ചപുച്ഛം അടക്കി നിന്നിട്ടേ ഉള്ളൂ ബി ജെ പിയുടെ മുന്നിൽ. നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോ അങ്ങനെയുള്ള പിണറായി വിജയൻ ഇപ്പൊ മുഖ്യമന്ത്രി പോലും അല്ല. മുഖ്യമന്ത്രി ആയിരുന്ന മമതാ ബാനർജിയെ ഒരു പരിവമാക്കിയതാണ് ബി ജെ പി. അപ്പൊ മുഖ്യമന്ത്രി പോലും അല്ലാത്ത പല്ലുകൊഴിഞ്ഞ സിംഹമായ പിണറായി വിജയനെ ഇവർ വകവെച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മുടെ ഏറെയും ഉൾപ്പെടെയുള്ള അന്തം കമ്മി സഖാക്കള് പിണറായി വിജയന്റെ മുന്നിൽ ഇങ്ങനെ അടിയുറച്ചു നിൽക്കുവാണല്ലോ. അവരിപ്പോ ബി ജെ പി മൂക്കിൽ വലിച്ചു കയറ്റിയെന്നൊക്കെ പറയുന്നത് വെറുതെ വിടുവായത്തം പറയാന്നുള്ളതേ ഉള്ളൂ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ബി ജെ പി ആണ് രാജ്യം ഭരിക്കുന്നത്, അവരുടെ കയ്യിലാണ് ഇ ഡി. അവര് തീരുമാനിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കും. മാന്യന്മാരെ പോലെ സഹകരിച്ചു കഴിഞ്ഞാൽ കൊള്ളാം, അല്ലെങ്കിൽ പോയി ജയിലിൽ പിടിച്ച് അകത്ത് കൊണ്ടിടേണ്ടി വരും. പിന്നെ പിണറായി വിജയൻ ഒരിക്കൽ പറഞ്ഞ പോലെ സർക്കാർ ഭക്ഷണം കഴിച്ച് ജീവിക്കാം ഈ അവസാന കാലത്ത്. പിന്നെ ഇതുകൂടാതെ അന്തംഗമികളുടെ ജീവൻ രക്ഷാ പ്രവർത്തനം, പിണറായി വിജയന്റെ വീടിന്റെ പുറത്ത് നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനത്തെ കുറിച്ചും കൊണ്ട് പറയേണ്ടതുണ്ട്. എന്തെല്ലാം തോന്നിയാസങ്ങളാണ് ഇവർ കാണിച്ചത്. ഇ ഡിയുടെ കാറ് തല്ലി പൊളിക്കുക, പോലീസുകാരുടെ ഹെൽമെറ്റ് എടുത്തെറിയുക, എന്തൊക്കെ തോന്നിയാസങ്ങളാണ്. ശരിക്കും വി ഡി സതീശന്റെ സർക്കാർ അല്ലെങ്കിൽ അവരുടെ പോലീസ് അങ്ങേയറ്റം പരാജയപ്പെട്ടു ഇന്ന് നമുക്ക് കാണാവുന്നതാണ്. സതീശന്റെ സർക്കാർ വെറുതെ കൈയും കെട്ടി കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുകയത്. ഇത്രയും കാലം പിണറായി വിജയന്റെ സർക്കാരിനെ കുറ്റം പറഞ്ഞവരാണ് സതീശനും കൂട്ടുകാരും. അവരെന്താണ് ഇന്ന് തെരുവിൽ അവരുടെ മിടുക്ക് കാണിക്കാതിരുന്നത്? സതീശിന്റെ സർക്കാരിനെ വെറുതെ നോക്കുകുത്തികളായിട്ട് സഖാക്കൾ അഴിഞ്ഞാടുന്നതാണ് കണ്ട്. മാത്രമല്ല ഈ വൃത്തികേടെല്ലാം കാണിച്ചിട്ട് ഈ ഇ ഡിയുടെ കാറെല്ലാം തല്ലിപ്പൊളിച്ചിട്ട് അവര് പാർട്ടി ഓഫീസിൽ കയറി ഒളിച്ചിരുന്നു. എന്നിട്ട് അതിനകത്ത് കയറി കൈയോടെ ഇവന്റെയൊക്കെ കുത്തിന് പിടിച്ച് പുറത്തിറക്കി സഖാക്കന്മാരെ വഴിയിലിട്ടിട്ട് ചവിട്ട് വെച്ച് കൊടുക്കാൻ സതീശിന്റെ പോലീസിന് സാധിച്ചോ? കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ കാറ് തല്ലി പൊളിച്ചിട്ട് പാർട്ടി ഓഫീസിൽ കയറി അടയിരുന്ന അല്ലെങ്കിൽ ഒളിച്ചിരുന്ന സഖാക്കന്മാരെ കഴുത്തിന് പിടിച്ച് പുറത്തിട്ട് വഴിയിലിട്ട് 2 ചവിട്ട് വെച്ച് കൊടുക്കാനായിട്ട് കേരളത്തിലെ പോലീസിന്, നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ പോലീസിന് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോലീസിന്റെ കഴിവുകേട് തന്നെ. പിന്നെ ഇവരെന്ത് നിയമ സംവിധാനം അല്ലെങ്കിൽ എന്ത് നിയമപരിപാലനം എന്നാണ് പറയുന്നത്? അതിനൊക്കെ ബി ജെ പിയുടെ സുവേന്ദു അധികാരിയുടെ ബംഗാളിലെ പോലീസ് തന്നെ വേണ്ടി വരും.
കേരളത്തിലെ പോലീസിനെ കൊണ്ട് അതൊന്നും സാധിക്കില്ല. പിന്നെ ഇതുകൊണ്ട് ആകെ ഒരു ഉപകാരം, പിണറായി വിജയൻ ഒരു നേട്ടം ഉണ്ടായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉർവശി ശാപ ഉപകാരം എന്ന് കേട്ടിട്ടുണ്ടോ? അതുപോലെ ഏതാണ്ട് പാർട്ടിയിൽ നിന്ന് ചവിട്ടി കരുവേപ്പില പോലെ എടുത്ത് പുറത്തേക്ക് കളയാനിരുന്നതാണ് പിണറായി സഖാവിനെ. കഴിഞ്ഞ ദിവസം ഉണ്ടായ പാർട്ടി യോഗത്തിലേക്ക് കഥ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എത്ര പേരാണ് പിണറായി വിജയന്റെ തലയെ തന്നെ ഈ തോൽവിയുടെ ഭാണ്ഡക്കെട്ട്, ആ ഭാരം എടുത്ത് തലയിൽ വെച്ച് കൊടുത്തത്. പിണറായി വിജയന്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണ് തോറ്റത്. പ്രതിപക്ഷ നേതാവ് വരെ ആ സ്ഥാനം വരെ രാജിവെച്ച് ശൈലജ ടീച്ചറിനെ പോലെ ആരെയെങ്കിലും മത്സരിപ്പിച്ച് കൊണ്ടുവന്ന് പ്രതിപക്ഷ നേതാവാക്കണമെന്നൊക്കെ ഉള്ള വികാരം പാർട്ടിയിൽ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിണറായി വിജയനെ ഇരവാദം ഉന്നയിക്കാനായിട്ട് സംഘപരിവാറിന്റെ വേട്ടമൃഗം എന്നുള്ള ഒരു ഇരവാദം ഉന്നയിക്കാനായിട്ടൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അത് പിണറായി വിജയൻ ഒരുപക്ഷെ ഉപയോഗിച്ച് ഇനി അവസാന കാലം വരെ പ്രതിപക്ഷ നേതാവായിട്ട് അള്ളിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ഒരു വഴി ഏതായാലും ED റെയ്ഡ് കൊണ്ട് പിണറായി വിജയന് തുറന്നു കിട്ടി എന്നുള്ളത് അങ്ങേരെ സംബന്ധിച്ചൊരു നേട്ടമാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഇത് അവസാനിച്ചിട്ടില്ല. ഇന്നല്ലെങ്കിൽ ഇപ്പൊ കോടതി ഇതിനെക്കുറിച്ച് തുടരന്വേഷണത്തിനുള്ള അനുമതി അല്ലെങ്കിൽ അതിനുള്ള തടസ്സമെല്ലാം എടുത്ത് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അന്വേഷണം കൂടുതൽ ശക്തിയായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. പണ്ട് പിണറായി വിജയൻ തന്നെ പറഞ്ഞതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ സർക്കാർ ഭക്ഷണം കഴിക്കാനുള്ള യോഗം അച്ഛനും മകൾക്കും ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. ജയ് ഹിന്ദ്.